കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിധി പറയുന്നുണ്ട് സുഭാഷിനോട്, സുഭാഷ് ഏട്ടാ എന്നെ ഒന്ന് ഹോസ്റ്റലിൽ കൊണ്ടാക്കണം, എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് മോളെ ഇവിടെ തന്നെ നിന്നാൽ പോരെ പറയണം. ആ സമയത്ത് നിധി പറയുന്നുണ്ട് വേണ്ട സുഭാഷ് ഏട്ടാ, എൻ്റെ കൂടെ ഒന്ന് ഹോസ്റ്റൽ വരെ എന്നെ കൊണ്ടാക്കിക്കാണ്ട് സുഭാഷ് ഏട്ടനെ ഇങ്ങോട്ടേക്ക് തന്നെ പോരാം എന്ന് പറയണേ. അങ്ങനെ ഒടുവിൽ സുഭാഷ് അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നിധി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട് നിധി ഏട്ടത്തി പോകല്ലേ, ഇനിയൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ നിധി അവിടെ നിന്നും പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് സുധീഷും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിധി ഇനി ഇതുപോലെ ഉണ്ടാകില്ലെന്ന് പറയണേ. അപ്പോൾ നിധി സുധീഷിനോട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സുഭാഷ് നിധിയോട് പറയുന്നുണ്ട് മോളെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും പോകാം എന്ന് പറയണം. അവിടെ നിന്നും അവരൊരു ഓട്ടോ വിളിച്ച് നേരെ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയ സമയം നിധി വാർഡനോട് പറയുന്നുണ്ട് മേഡം ഞാൻ ഇന്ന് എനിക്ക് ഇന്ന് തന്നെ മുറി വേണം എന്ന് പറയണം. അപ്പോൾ വാർഡൻ പറയുന്നുണ്ട് മോളെ ഫുള്ള് ക്യാഷൊന്നും തന്നില്ലല്ലോ, അപ്പോൾ ഫുള്ള് ക്യാഷ് എന്ന് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് അപ്പോൾ മോള് ക്യാഷ് കൊടുത്തിട്ടില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട് കുറച്ച് ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി ക്യാഷ് ഞാൻ എനിക്ക് ശമ്പളം കിട്ടിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ സുഭാഷ് വാർഡനോട് ചോദിക്കുന്നുണ്ട് മേഡം എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാർഡൻ പറയുന്നുണ്ട് ഏകദേശം 7000 രൂപയാണ് വരുന്നത്, ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് തരേണ്ടത്. നിധി 3000 തന്നിട്ടുള്ളൂ, ബാക്കി പിന്നീട് തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുഭാഷ് കീസയിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് വാർഡന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ അതൊന്നും വേണ്ട, ഞാൻ പിന്നീട് കൊടുത്തോളാം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ വാർഡൻ ആ ക്യാഷ് വാങ്ങി വെച്ചതിന് ശേഷം പറയുന്നുണ്ട് ഓക്കെ ഇപ്പം ശരിയായിട്ടുണ്ട്, ഇനി ക്യാഷ് മാസത്തിൽ തന്നാൽ മതി, ഇനി നിങ്ങൾ മുറിയിലോട്ട് പോയിക്കോളൂ എന്ന് പറയുന്നത്. ആ സമയത്ത് സുഭാഷിനോട് നിധി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ ഇനി തിരിച്ച് പോയിക്കോളൂ, ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത്, ഏത് പാതിരാത്രിയാണെങ്കിലും വിളിക്കാൻ മറക്കരുത് എന്ന് പറയണം. അപ്പോൾ നിധി സങ്കടത്തോടു കൂടി പറയാണ് എനിക്കറിയാം സുഭാഷ് ഏട്ടാ, എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം എന്ന് പറയണം. അങ്ങനെ സുഭാഷ് കീശയിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് നിധിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്കിതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഇതൊക്കെ എന്തിനാ എനിക്കെന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് മോൾക്ക് ഇവിടെ നിന്നും ഓഫീസിലോട്ട് പോകുമ്പോൾ പണത്തിന് ആവശ്യം വരും, എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടി വരും, അതിനെല്ലാം പണത്തിന് ആവശ്യം ഉണ്ടാകും, അതുകൊണ്ട് മോൾ ഇത് പിടിക്കുക എന്ന് പറയണേ. ആ സമയത്ത് നിധി അത് വാങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ സുഭാഷ് പറയും ഒരു ഏട്ടൻ സന്തോഷത്തോടു കൂടി ഒരു അനിയത്തിക്ക് കൊടുക്കുകയാണ്, അപ്പോൾ അത് വാങ്ങിക്കണം എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ നിധിക്ക് സങ്കടം വന്ന് നിധി ആ ക്യാഷ് വാങ്ങുകയാണ്. അങ്ങനെ സുഭാഷിനോട് പിന്നെയും നിധി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ പോയിക്കോളൂ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്, മോളിപ്പോൾ മുറിയിലോട്ട് പോയിക്കോ, മോള് പോയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ നിധി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ മുറിയിൽ വെച്ചിട്ട് എന്നാൽ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി ബാഗുമായിട്ട് മുറിയിലോട്ട് പോകുകയാണ്. ആ സമയത്ത് നിധി വീട്ടിലുണ്ടായിരുന്ന ഓരോ ഓർമ്മകളും സുഭാഷ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് കരയുന്നുണ്ടാവും. അങ്ങനെ മുറിയിൽ പോയി സാധനങ്ങളെല്ലാം വെച്ച് നിധി പുറത്തോട്ടേക്ക് വരും. ആ സമയത്ത് നിധി കാണുന്നുണ്ടാവും സുഭാഷ് കരയുന്നത്. അങ്ങനെ നിധി വരുന്നത് കണ്ട് സുഭാഷ് കണ്ണെല്ലാം തോത്തും. ആ സമയത്ത് നിധി ചോദിക്കും സുഭാഷ് ഏട്ടൻ കരയുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് അതല്ല മോളെ, കണ്ണിലോട്ട് എന്തോ ഒരു പൊടി ചാടി അതാണെന്ന് പറയണം. അപ്പോൾ നിധിക്ക് മനസ്സിലായി സുഭാഷ് കരയുകയാണെന്ന്. അങ്ങനെ നിധി പറയുന്നുണ്ട് ഇനി സുഭാഷ് ഏട്ടൻ പോയിക്കോ, ഇനി ആവശ്യങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സുഭാഷ് ഏട്ടനെ വിളിക്കാം എന്ന് പറയണം. അങ്ങനെ സുഭാഷ് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പിന്നെയും സുഭാഷ് പോകുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് പിന്നെയും നിധിയോട് പറയുന്നുണ്ട് മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുതെന്ന് പറയണേ. അങ്ങനെ നിധി പറയുന്നുണ്ട് എനിക്കറിയാം, സങ്കടപ്പെടാതെ സുഭാഷ് ഏട്ടൻ എന്ന് പറയണേ. അങ്ങനെ സുഭാഷ് അവിടെ നിന്നും പോകുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.